ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പുതിയ വണ്ടി എടുത്തോളാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പേഴ്സ് ഞാൻ കാണിക്കാൻ പോവാണ്. 3, 2, 1 ഗോ. പേഴ്സ് നിങ്ങൾക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെട്ട് ഈ കമൻറ്റ് ബിലോ. നമ്മളെ പുതിയ ചാനലാട്ടോ. പേഴ്സ് ഞാൻ എന്തായാലും ബൈക്ക് എടുത്തൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം കേട്ടോ. പേഴ്സ് നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തോട്ടെ. നമുക്ക് 10 ലക്ഷമാണ് കേട്ടോ ഈ ബൈക്ക് വാങ്ങണമെങ്കിൽ. ചേട്ടന്മാരെ എന്തെങ്ങനെ മേക്കപ്പ് ഇട്ടു ഇങ്ങനെ ഇരിക്കണേ? വേറെ പണില്ലേ? അയ്യോ ഇത് സോംബി. അയ്യോ എൻ്റെ അമ്മച്ചേ, സോംബി ഇറങ്ങി. അമ്മച്ചേ സോംബി നാട്ടിലിറങ്ങി. എൻ്റെ പൊന്നു. ഊഫ് അമ്മേ, ഈ സോംബികൾക്ക് നല്ല ബുദ്ധിയുണ്ട്. 3D സിറ്റിയിലത്തെ ആൾക്കാരായോണ്ടാണ്. എൻ്റെ അമ്മച്ചേ ഓടിപ്പോയി പരിക്കെടുക്കുക എൻ്റെ മോനെ. ഒരു സോംബീൻ്റെ അടുത്ത് തന്നെ നമ്മളെ ബൈക്ക് എടുക്കണം. എന്തായാലും നമ്മളെ കയ്യിൽ ഗണ്ണുണ്ട് കേട്ടോ. നമുക്ക് ഗണ്ണെടുത്തതാക്കാം. ഇതെടുക്കാം കേട്ടോ, അത് നല്ലത്. ഇതാണെങ്കിൽ ഫാസ്റ്റ് നമ്മളെ മെഷീൻ ഗണ്ണാണ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് മെഷീൻ ഗൺ. ഓക്കെ, നമ്മൾ ഒരു അയ്യോ എൻ്റെ അമ്മച്ചി ഇതിൻ്റെ ബാക്കിൽ സോംബി ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് പിന്നെ ഫ്രാങ്ക്ലിനെ പിന്നെ പേടിയൊന്നുമില്ല, വേദന ഒന്നുമില്ല. ഒരു പക്ഷെ എൻ്റെ ഹെൽത്ത് പോകുന്നുണ്ട്, അപ്പം ഞാൻ മരിക്കും. പക്ഷെ എനിക്ക് വേദനിക്കൂല. അതാണ് ഫ്രാങ്ക്ലിനെ. അല്ല, വിഷയം മറ്റേ അമ്മച്ചേ സോംബി. നമുക്ക് എന്തായാലും ഇപ്പം എന്താ നാട് വിടാം. നമുക്ക് ട്രെയിൻ കയറി നാട് വിടാം കേട്ടോ. ട്രെയിനൊക്കെ കയറി നാട് വിടാം നമുക്ക്. ഗൈസ് പണി വാളി, ഇവിടെ ട്രെയിനില്ല. എൻ്റെ അമ്മച്ചേ പണി വാളി. നമുക്കെന്തായാലും വേഗം നമുക്കെന്തായാലും ഇപ്പം ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയേക്കാം. അവിടെ പോലീസുകാരുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളാവും. ഈ ബൈക്ക് സൂപ്പറാണ്. എൻ്റെ അയ്യോ ബൈക്കിൽ പെട്രോളില്ല. നമുക്കെന്തായാലും ഇതാ ഡീസലിൻ്റെ അവിടെ വന്നിട്ടുണ്ടോ? ഞാൻ വേഗം അടിക്കട്ടെ. ആദ്യം ഇവിടുത്തെ സോംബീനെ ആദ്യം കൊല്ലാം ഗൈസ്. ആദ്യം നമുക്ക് കൊല്ലട്ടോ എല്ലാത്തിനെയും. എനിക്ക് തൊടാൻ പറ്റില്ലടാ സോംബിയെ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ സോംബീനെ കൊന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വേഗം പോകണം. നമുക്ക് ഡീസലില്ലെങ്കിൽ നമ്മൾ പിന്നെ ചത്തിട്ടോ. 3D സിറ്റി നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമുക്ക് 5D സിറ്റിയിൽ പോവാൻ നിൽക്കുമ്പോഴാണ് ട്രെയിനില്ലാത്ത. എന്തായാലും ഗണ്ണെടുക്ക് വേണ്ടി വെച്ച് കൊല്ലല്ലാത്തതിന്. അയ്യോ ഇത് പൊട്ടല്ലാട്ടാ, പൊട്ടിയാൽ ഞാൻ മരിക്കും. എന്തായാലും ഞാൻ ഡീസൽ അടിക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ഡീസൽ അടിച്ചിട്ടോ. നമുക്ക് വേഗം ബൈക്കിൽ കയറി പോവാട്ടോ. തൽക്കാലം ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. അല്ലെങ്കിൽ നമുക്ക് വല്ല സേഫ് സോണിൽ പോയിട്ട് നമുക്ക് ചിന്തിക്കാം. എന്തെങ്കിലും ഐഡിയ വരാതിരിക്കൂല. അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാണാം. എൻ്റെ മോനെ, നമുക്കെന്തായാലും പോലീസുകാരില്ലെങ്കിൽ നമുക്ക് എന്താ കാട്ടാം നമുക്ക് അറിയില്ല. അയ്യോ ആർക്ക് സോംബി? അയ്യോ ഇതെന്ത് സോംബിയാണ്? നമുക്കെന്തായാലും ഇവിടെയെങ്കിലും ഇല്ല സോംബീനെ എന്തെങ്കിലും കൊല്ലണം. അല്ലെങ്കിൽ നമുക്ക് നടന്ന് നിൽക്കാൻ പറ്റൂല. നടന്ന് നിൽക്കാൻ കാല് കുത്തിയ സോംബിൻ്റെ കടി. നമുക്ക് കടിയൊക്കെ വെച്ചിരിക്കും കേട്ടോ. പക്ഷെ പോലീസുകാരുണ്ട്. ആദ്യം ഞാൻ ഇവരൊക്കെ തീർക്കട്ടെ. എൻ്റെ അമ്മച്ചിയെ. ഗൈസ് സീന് കൊല്ലുന്നു. ഞാൻ എല്ലാത്തിനും കൊന്നു. പോടുന്നു. ഞാൻ എന്തായാലും പോലീസുകാരനോട് സംസാരിക്കട്ടെ. സാറേ സോംബി ഇറങ്ങിയ നാട്ടില്. സേഫ് സോണോ? സാറൊന്നും പോണില്ലേ? സാറ് എന്തെങ്കിലും ഇപ്പൊ നമ്മളെ സേഫ് സോൺ എവിടെയാണ്? സേഫ് സോൺ അറിയില്ലേ? അപ്പൊ സാറേ സേഫ് സോൺ അറിയില്ലേ? ഞാൻ എന്തായാലും ലൊക്കേഷൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കിട്ടി കേട്ടോ സേഫ് സോണിൻ്റെ. ഇവരൊക്കെ ഇപ്പം പോവാം. അതിനു മുമ്പ് നമുക്ക് പോകണം.
നമുക്ക് ഇപ്പോൾ നമ്മളെ സേഫ് സോൺ എന്ന് വെച്ചാൽ നമ്മളെ പഴയ വീട് ഞാൻ പണ്ട് പോലീസുകാർക്ക് സേഫ് സോണായിട്ട് കൊടുത്തിന്. നമ്മളെ പഴയ വീട് നല്ല വലിപ്പമൊക്കെ ഉള്ള വീടാണ്. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോവാം. അവിടെ ഇപ്പോൾ സോംബികൾ വരുമോ അറിയില്ല. നമുക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മളെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ. എല്ലാവരും നാട് വിട്ട്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. കുറേ സോംബി ഇതാ വരും. നമുക്ക് എന്തായാലും RPG എടുത്ത് കൊല്ലാം, എല്ലാത്തിനും കൊല്ലാം. എനിക്ക് ഇപ്പം എൻ്റെ കയ്യിൽ പ്ലാൻ ഇല്ല. നമുക്ക് ചിന്തിക്കാം വേഗം. ഞാൻ എന്തായാലും ടെറസിൻ്റെ മേലെ പോട്ടെ. അവിടുന്ന് നമുക്ക് കുറച്ച് സോംബിനെ കൊല്ലാലോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, എത്ര സോംബിയാണ് നമ്മളെ വീടിൻ്റെ പുറത്തിരിക്കണം. എൻ്റെ മോനെ. അപ്പോൾ നമുക്ക് എല്ലാ ഇവിടെ എല്ലാ സോംബീനെ നമുക്ക് RPG എടുത്ത് കൊല്ലട്ടോ. അതൊന്നും വേറെ വഴിയില്ല. പൊട്ടന്മാരായതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറിയില്ല ഭാഗ്യം. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ കയ്യിലൊരു ഐഡിയ. നമുക്ക് എന്തായാലും ഇപ്പോൾ എയർപോർട്ടിൽ പോവാം. എയർപോർട്ടിലല്ല, നമുക്ക് എന്തായാലും ഇപ്പം നമുക്ക് രമേശിനെ അർജൻറ്റായിട്ട് വിളിക്കണം. അവനിതൊന്നും അറിഞ്ഞിട്ടില്ല തോന്നുന്നു. അവന് പിന്നെ പണ്ടേ ന്യൂസൊന്നും കാണാത്തോണ്ട് ഓനെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എന്തായാലും വിളിച്ചോക്കട്ടെ. ഹലോടാ രമേശ്, നമ്മളെ നാട്ടിൽ സോംബി ഇറങ്ങണേ. എടാ നീ ഹാക്ക് ചെയ്യേണ്ടിയില്ലേ? നമ്മളെ മിലിറ്ററി പ്രൈസ് നമുക്ക് GTA 5 ഇല്ല മാതിരി ടാങ്ക് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വേണം. നമുക്ക് എല്ലാ സോംബിനും കൊല്ലാനാണ്. പിന്നെ നീ ഒരു ട്രെയിന് ബുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ട്രെയിന് ബുക്ക് ചെയ്യുമ്പോൾ സോൾജേഴ്സിനോണ്ട് ബുക്ക് ചെയ്യുക. സോൾജേഴ്സിൻ്റെ ട്രെയിന് മതി കേട്ടോ. നമുക്ക് ഗുഡ്സ് ട്രെയിന് മതി, അതാ നല്ലത്. അപ്പോൾ നമ്മളെന്തായാലും എല്ലാം വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടോ. നമുക്ക് എന്തായാലും വേഗം അവിടെ നിന്ന് പോവാം. അതിന് മുമ്പ് കുറച്ച് സോംബി കൂടി കൊല്ലട്ടെ. എൻ്റെ ദേശം ഇതുവരെ തീർന്നു. എൻ്റെ 3D സിറ്റിനെ നീ ഉപദ്രവിക്കുക എത്രയൊക്കെ മതി. നമുക്ക് എന്തായാലും പോവാ. ഓക്കെ ഗൈസ്. എൻ്റെ അമ്മച്ചി എൻ്റെ നടു ഒടിഞ്ഞീശതാ. അപ്പോൾ നമ്മളെ എയർപോർട്ടിലാണ് നമ്മളെ ലൊക്കേഷൻ കാണിക്കണേ. അപ്പോൾ നേരെ നമുക്ക് എയർപോർട്ടിൽ പോയി ടാങ്ക് എടുത്ത് കാണാം. അപ്പോൾ നമുക്ക് നമ്മളെ നാടിനെ രക്ഷിക്കണമെങ്കിൽ ലൈക്ക് എടുത്തൊരു ലൈക്ക്, ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ല, സപ്പോർട്ട് ചെയ്യുക. നമ്മളെന്തായാലും നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് എവിടെയാണ് കേട്ടോ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ എവിടെ ഉണ്ടീനി. അയ്യോ പ്ലെയിനൊന്നും തട്ടിയില്ല. ഗൈസ് ഇവിടെ ടാങ്ക് കിട്ടി. നമുക്ക് ടാങ്ക് കിട്ടി. നമുക്ക് നേരെ ടാങ്കിൽ കയറിയിട്ട് നമുക്ക് എല്ലാത്തിനും കൊല്ലാം. ഗൈസ് നമ്മളെന്തായാലും ടാങ്കിൽ കയറിയിട്ടുണ്ടോ കേട്ടോ. നമുക്ക് ബൈക്ക് അവിടെ വെക്കട്ടെ. നമുക്ക് YT സിറ്റിന്ന് ബൈക്ക് വാങ്ങാം. നമ്മളെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട്. അത് ക്യാഷ് അയ്യോ അത് പറഞ്ഞപ്പോഴോ മറന്നേ. ക്യാഷ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നേ. അയ്യോ ഞാൻ എന്തായാലും ക്യാഷ് വീട്ടിൽ എടുക്കട്ടെ. വീട്ടിൽ പോയി എടുക്കട്ടെ. എയർപോർട്ട് നമ്മളെ വീടിൻ്റെ അവിടെ ആയതുകൊണ്ട് സമാധാനം. നമ്മളെന്തായാലും വീട്ടിലെത്തിന്ന് കുറച്ച് സോംബിയൊക്കെ അങ്ങോട്ട് വന്നിനി. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും കൊല്ലട്ടോ. ഇവിടെ നിന്നൊക്കെ കൊല്ലാം, എല്ലാത്തിനെയും കൊല്ല ഗീസ്. ഞാൻ എന്തായാലും വീട്ടിൽ പോയി നമ്മളെ വേഗം പൈസ ഒക്കെ എടുക്കട്ടെ. 3 ട്രില്യണാണ് കളിക്കുന്നത്. ട്രില്യൺ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് അറിയാം. നമ്മളെ സൗദി അറേബ്യത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് മാനെ കണ്ടീനി. അപ്പോൾ നമ്മൾ അവിടെ സൗദി അറേബ്യയിലെ ഏതോ ഒരാൾ ആക്രമിക്കാൻ വന്നപ്പോൾ 10 കൊല്ലമായിട്ട് വേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പിടിച്ചു കൊടുത്തതിന് അതിനാ 3 ട്രില്യൺ എടുത്തത്. ഞാൻ എന്തായാലും ബാഗ് എടുക്കട്ടെ. അയ്യോ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ബാഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം നമുക്ക് ടാങ്ക് കയറി പോവാട്ടോ. നമ്മളെ ടാങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഗായ്സ് നമ്മളെ സോംബി നമ്മളെ ടാങ്കിനെ പൊക്കി എറിഞ്ഞ് എന്തായാലും ഇറങ്ങാം. എൻ്റെ അമ്മച്ചേ ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇനി വേഗം നമുക്ക് നമ്മളെ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടെ പോകണം. നമ്മളെ രമേശനെ വിളിച്ചാണ്ട് പറഞ്ഞിനി ഇപ്പോൾ ട്രെയിൻ അവിടെ വന്നിരിക്കണം കേട്ടോ. നമുക്ക് നേരെ നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഓക്കെ നമ്മളെ 3D സിറ്റിനോട് വേട്ട പറയാണ്. പിന്നെ ഗൈസ് ഞാൻ നമ്മളെ 3D സിറ്റിനെ രക്ഷിക്കാനായിട്ട് നമ്മളെ അമേരിക്കത്തെ സോൾജേഴ്സിനെ എല്ലാം അങ്ങോട്ട് വന്നിരിക്കണ്. മൊത്തം സോമീസിനെ കൊല്ലും. നമ്മളെ പഴയ കൂട്ടുകാരൊക്കെ സോംബി. എന്തായാലും ഇവിടെ ട്രെയിൻ വന്നിട്ടില്ലേ?
ഞാൻ എന്തായാലും ട്രെയിന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമ്മളെ ട്രെയിന് വരുന്ന മുമ്പ് നമുക്ക് എല്ലാ സോംബീസിനെയും കൊല്ലട്ടോ. ഇവിടെ കുറേ സോംബീസ് പോള സോംബി കൂട്ടുകാരനും നമ്മളെ സോംബിയൊക്കെ സോംബിയായി. ആകെ ഇപ്പം രമേശന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ നമ്മളെ പുതിയ ചാനലാണ്. ഇതിലാണ് ഞാൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇങ്ങനെ കൂടുതൽ സ്റ്റോറീസ് ഇടുന്നുണ്ട് കേട്ടോ. മറ്റേ ബൈഹാൻഷൻ 667 കുറച്ച് ലീവാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഗുഡ്സ് ട്രെയിൻ വരുന്നവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗുഡ്സ് ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ട്രെയിൻ അവിടെയാണ്. ഈ ട്രെയിന് വരുന്ന നേരത്തെ കൊണ്ട് നമ്മളെല്ലായിടത്തും സോംബീനെയൊക്കെ കൊന്നിട്ടോ. അപ്പോൾ നമ്മളെ ഗുഡ്സ് ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ട്രെയിനിന് പവറിന് വേണ്ടി നമ്മൾ കുറച്ച് ബോംബും അവിടെ വെച്ച്. ഈ ട്രെയിനിന് പവറും ആണെങ്കിൽ ബോംബും ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി നേരെ നമുക്ക് നമ്മളെ വൈറ്റ് സിറ്റിയിൽ എത്തിയിട്ട് കാണാം. കാണുകയാണ് വൈറ്റ് സിറ്റി. ഇവിടെ വരെ ഇപ്പം സോംബി ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ സോംബി ഇല്ല. അപ്പം ഇവിടെ നമ്മളെ വൈറ്റ് സിറ്റി സേഫാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വൈറ്റ് സിറ്റിയിൽ വന്നിട്ട് 3 വർഷമായി. ഇപ്പോൾ ഇനി ബാക്ക് ടു 3D സിറ്റി. 3D സിറ്റിയിലെത്തി. എൻ്റെ 3 ക്ലീൻ പ്ലേസ്. നമ്മൾ വൈറ്റ് സിറ്റി ആണെങ്കിൽ ഇതിൻ്റെ 2 ഇരട്ടി 3D സിറ്റീൻ്റെ ചെറുതാണ്. നമ്മളെ വീടൊക്കെ ഇനി അവിടെ ഉണ്ടോ വീടൊക്കെ? നമ്മളങ്ങനെ നമ്മളെ പഴയ 3D സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്തത്. ബൈ, ടേക്ക് കെയർ. ഇനി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.